അങ്ങനെ ഷിയാൻ ഇവളോട് ഫസ്റ്റ് കാണിച്ച ആ ഒരു ഡിസ്റ്റൻസ് ഇപ്പോ കാണിക്കാത്തത് എന്താണ് എന്ന് ചോദിക്കുമ്പോ ഇവൾ അവനോട് അത് നിങ്ങളുമായിട്ട് ക്ലോസ് ആയിപ്പോ മാത്രമല്ല നിങ്ങൾ നല്ല ഹാൻസം ആണ്, കേപ്പബിൾ ആണ്, ടാലന്റഡ് ആണ്. അതൊക്കെ ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന കാമുകന്റെ കാഴ്ചപ്പാടുകളല്ലേ. ഞാനും ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല എന്നൊരു നോർമൽ രീതിയിൽ ഇവള് പറയുമ്പോൾ അത് ഷിയാന് വിശ്വസിക്കാനാവുന്നില്ല. കാരണം അങ്ങനെ എല്ലാരെയും പോലെ ഒരാളായിരുന്നെങ്കിൽ വെറും ഒരു അട്രാക്ഷൻ മാത്രമാണ് ഇവനോട് ഉണ്ടായിരുന്നതെങ്കിൽ റുവോ അങ്ങനെയൊന്നും പറയേണ്ട കാര്യം ഇല്ലല്ലോ. അത് പറഞ്ഞിട്ട് ഇവള് വിഷയം മാറ്റി എഴുന്നേറ്റ് പോകുന്നു. അപ്പോ ഷിയാനും അവനറിയാം ഇവള് പറയുന്നത് കള്ളമാണ് എന്ന്. അതുകൊണ്ട് തന്നെ നീ സത്യം തുറന്ന് പറയുന്നത് വരെ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യും എന്നിങ്ങനെ മനസ്സിൽ തീരുമാനിക്കുന്നു. ഇവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടം തന്നെയാണ്. അത് ജസ്റ്റ് താൽക്കാലികമായിട്ടുള്ള ഫീലിങ്സ് മാത്രമൊന്നുമല്ല. അത് ഇപ്പോ ഇവൾക്ക് അവനെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അവന് ഇവളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് അറിയില്ലല്ലോ. ഇവള് മാത്രമാണ് പുറകെ നടക്കുന്നത്. നേരത്തെ തന്നെ റുവ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത് ഷിയാനാണ് എന്ന്. സോ അതുകൊണ്ടാണ് ഇവളുടെ ഇഷ്ടം മറച്ചു വെക്കുന്നത്. അപ്പോഴേക്കും റുവോയും ഗുവാനും ഇവരുടെ അടുത്തേക്ക് വരുന്നു. അപ്പോ ഷോയി റുവോയുടെ അടുത്ത് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഇവളും ആ കുഴപ്പമില്ല, എൻജോയ് ചെയ്തു, പക്ഷെ ഭയങ്കര ടയേർഡാണ്, നമുക്ക് വീട്ടിൽ പോയാലോ എന്ന് ചോദിക്കുമ്പോ ഗുവാൻ എങ്കിൽ പിന്നെ ഞാൻ തന്നെ നിങ്ങളെ കൊണ്ടുവിടാം എന്ന് പറയുന്നു. അപ്പോ റുവ പെട്ടെന്ന് ഷിയാനോട് എങ്കിൽ പിന്നെ ഷിയാന് ഷോയെ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കോ എന്ന് ചോദിക്കുമ്പോ അവനും ശരി എന്ന് പറയുന്നു. അപ്പോ ഇവിടെ ഷിയു യുവിന് മെസ്സേജ് അയച്ച് പ്രൊഫസർ നിങ്ങൾ എവിടെയാ, നമുക്ക് ഇന്ന് നൈറ്റ് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോ ഇവൻ ഇല്ല, ഞാൻ അങ്ങോട്ട് എത്തിയിട്ടില്ല, ഇപ്പോഴും നാട്ടിൽ തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോ ഗുവാൻ റുവോയെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അവള് ജസ്റ്റ് ഒരു താങ്ക്സ് മാത്രം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അതുപോലെ തന്നെ ഷോയെയും ഷിയാൻ ഇപ്പോ വീട്ടില് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇവളിപ്പോ നല്ല കൺഫ്യൂഷനിലാണ്. കാരണം ഇവള് ഷിയാനെ ആദ്യം അപ്രോച്ച് ചെയ്തത് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി മാത്രമായിരുന്നല്ലോ, ഇവളുടെ ഫ്യൂച്ചർ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രം, കൂടാതെ എക്സിനിട്ട് ഒരു പണി കൊടുക്കാം എന്ന ലക്ഷ്യത്തിലും. പക്ഷേ പിന്നെ പോകെ പോകെയാണ് ഇവളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ മാറി ഇവള് പോലും അറിയാതെ അവനോട് ഒരു റിയൽ ഇഷ്ടം തോന്നാനായിട്ട് തുടങ്ങുന്നത്. എന്നാൽ ഷിയാന് ആ കാര്യങ്ങളൊന്നും അറിയില്ല. താൻ ആദ്യം അവനെ സമീപിച്ചത് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രമാണ് എന്നൊക്കെ. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഷിയാൻ ഇവളോട് ക്ഷമിക്കോ എന്നാണ് ഇവൾക്ക് അറിയേണ്ടത്. അതോർത്ത് ഇവൾക്ക് ഇപ്പൊ നല്ല ടെൻഷൻ ഉണ്ട്. സോ പല രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറുകൾ ഇവളെ സെർച്ച് ചെയ്യുന്നുണ്ട്, എവിടെയും കിട്ടുന്നില്ല. നമ്മളിപ്പോ ചാറ്റ് ജിപിടിയോട് അഭിപ്രായം ചോദിക്കുമല്ലോ, അതുപോലെയൊക്കെ തന്നെ. അപ്പൊ ഇവിടെ ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് ഉള്ളത്. അപ്പോ ഇദ്ദേഹം ഇവര് ഒരുപാട് നാളായിട്ട് റിലേഷൻഷിപ്പിൽ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഫ്യൂച്ചറിനെ പറ്റി ഇദ്ദേഹം ഇവരുമായിട്ടുള്ള ഒരു വിവാഹത്തിന് റെഡിയാണ്. സോ ആ ഒരു കാര്യം ഇദ്ദേഹം പറയുമ്പോ ഇവർക്ക് അതിനത്ര കോൺഫിഡൻസ് പോരാ. കാരണം ഇവര് ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവർക്ക് വലിയ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെ ആയിരിക്കും, അതിൽ ഒരുപാട് കമ്മിറ്റ്മെന്റ്സിന്റെ ആവശ്യമുണ്ടല്ലോ. സോ ഒരു ഭാര്യ പദവി, അതും ഇദ്ദേഹത്തിന്റെ ഒരു ഭാര്യ പദവി നേരെ ചൊവ്വെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ, താൻ ഒരുപാട് പ്രായം ചെന്നില്ലേ എന്നൊക്കെയുള്ള പല കൺസേൺസ് ഇവർക്കുണ്ട്. അപ്പോ ഇദ്ദേഹം ഇവരോട് നീ എത്രയോ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു മീഡിയ കമ്പനിയുടെ ചീഫ് എഡിറ്റർ ആണ്. അപ്പോ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം വന്നപ്പോ ഇങ്ങനെയൊക്കെയാണോ നീ ചിന്തിക്കുന്നത്? നീ കുറച്ചുകൂടി മെച്യൂർ ആയിട്ട് ചിന്തിക്കണം. എന്റെ കണ്ണില് നീ ഒരിക്കലും പ്രായം ചെന്ന വ്യക്തിയേ അല്ല. നീ വിചാരിക്കുന്ന പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല നമ്മുടെ ഈ ബന്ധം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എടുത്തു വെക്കുന്നത്. അതുകൊണ്ട് നീ ഒരുപാട് ആലോചിച്ച് തലമുണ്ടാക്കണ്ട. എന്തായാലും നമുക്ക് തീരുമാനിക്കാം, സമയം ഒരുപാടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിക്കുന്നു. അപ്പോ ഇവിടെ യുവിനോട് അമ്മ ഷൂയായിട്ടുള്ള കാര്യം എന്തായി, നിങ്ങൾ സംസാരിക്കാറുണ്ടോ, കാണാറുണ്ടോ? എന്തായാലും എന്റെ ഫ്രണ്ടിന് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് നിന്റെ ലൈഫ് തന്നെയാണ്, എനിക്കറിയാം, നീയാണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷെ എന്ത് തന്നെ ആയാലും അതിന് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയാൽ വളരെ നന്നായിരുന്നു. നിങ്ങൾ തുറന്ന് സംസാരിക്കുക, അപ്പോ കാര്യങ്ങളൊക്കെ വ്യക്തമാവുമല്ലോ എന്ന് പറയുമ്പോ ഇവൻ അമ്മ ഞാൻ ഷോയായിട്ട് അത്ര ക്ലോസ് റിലേഷൻ ഉള്ള വ്യക്തിയൊന്നും അല്ല എന്ന് പറയുമ്പോ നീയോ, എന്തായാലും നീ അവളെ റിജക്ട് ചെയ്യാത്ത സ്ഥിതിക്ക് നിനക്ക് ഈ ബന്ധത്തിനോട് എതിർപ്പൊന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് അറിയാവുന്ന ഫാമിലി അല്ലേ, നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചാലോ വളരെ നന്നായിരിക്കും എന്ന് പറയുമ്പോ അതിനെപ്പറ്റി ഇവൻ ഇതുവരെയും ആ ഒരു കാര്യത്തിൽ വളരെ ശുഷ്കാന്തി കാണിച്ചിട്ടില്ലല്ലോ. സോ ഇവൻ റൂമിൽ വന്ന് അമ്മ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്നു. എന്നിട്ട് ഷോയ്ക്ക് മെസ്സേജ് അയച്ച് ന്യൂ ഇയർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ അന്വേഷിക്കുമ്പോ ഇവളും കളർഫുൾ ആയിരുന്നു, നന്നായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നു. ഇവന് അവളോടൊപ്പം ആ ഒരു റിലേഷൻഷിപ്പിൽ എതിർപ്പൊന്നുമില്ല. കാരണം ഷോയി നല്ല മെച്യൂർ ആയിട്ടില്ല, ഇവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് ഗേൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവന് വലിയ താല്പര്യക്കുറവൊന്നും തന്നെ ഇല്ല. അപ്പോ ഇവിടെ ഷിയാൻ നല്ല കൺഫ്യൂഷനിലാണ്. അവൾക്ക് തന്നെ ഇഷ്ടമാണോ അല്ലയോ എന്നൊന്നും ഇവൻ അറിയില്ല, അത് റിയൽ ആണോ എന്ന് പോലും. അതുകൊണ്ട് തന്നെ ഇവൻ നല്ല മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുമ്പോ ഷിയുവിന് അത് മനസ്സിലായിട്ട് അങ്കിൾ എന്താ പറ്റിയത്, ആരെങ്കിലും തേച്ചോ, എന്ത് പ്രശ്നമാണെങ്കിലും എന്നോട് പറഞ്ഞോ, ഞാൻ പരിഹരിച്ചു തരാം, സൊല്യൂഷൻ എങ്കിലും പറഞ്ഞു തരാം എന്ന് പറയുമ്പോ ഇവനൊന്നും മിണ്ടുന്നില്ല.
ഇവളോട് പോയി കിടന്ന് ഉറങ്ങാനായിട്ട് പറയുന്നു. അപ്പോ ഷിയു വീണ്ടും കാര്യം ഗൗരവമാണ്. പുള്ളിക്കാരിക്ക് എന്താ അങ്കിളിനെ ഇഷ്ടമല്ലേ, അതോ എന്തെങ്കിലും വെറുപ്പീര് കാണിച്ചോ, അതോ അല്ലെങ്കിൽ കള്ളം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ ഇവന്റെ മുഖഭാവം വെച്ച് തന്നെ അത് തന്നെയാണ് കാര്യമെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. സോ ഇവളും ശരി, ഒരു പെൺകുട്ടി നിങ്ങളോട് കള്ളം പറയുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് റീസൺസ് ആണുള്ളത്. ഒന്ന്, പുള്ളിക്കാരിക്ക് നിങ്ങളെ ഇഷ്ടമല്ലായിരിക്കും. രണ്ട്, ആ പെൺകുട്ടിക്ക് എന്തായാലും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അവര് കള്ളം പറഞ്ഞതിന് കാരണം എന്തോ ഒരു കാര്യം ഹൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ പുള്ളിക്കാരിയുടെ ആ ഒരു ഇമേജ് നഷ്ടപ്പെടോ, അങ്കിളിന്റെ ഇഷ്ടം കുറയോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവാം. അത് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്ന് പറയുമ്പോ ഇവനും അതിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് മനസ്സിലാവുന്നു. ഇവൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. മറ്റൊരു പെൺകുട്ടി ഇത് പറയുമ്പോ അവനത് മനസ്സിലാവുന്നു. സോ അവൻ ഷിയു പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ കേട്ടിട്ട് ഇവളോട് ഇതൊക്കെ നീ ഫൈനാൻസ് മീഡിയയിൽ പോയി പഠിച്ചതാണോ എന്ന് ചോദിച്ചിട്ട് ഇവളോട് പോയി കിടന്ന് ഉറങ്ങാനായിട്ട് പറയുന്നു. അങ്ങനെ ഷിയാൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഇവൾക്ക് അറിയാലോ ഇവള് ചിന്തിക്കുന്നതൊക്കെ ഏതാണ്ട് ശരിയാണ്, അങ്കിളിന് ഒരു പ്രണയമുണ്ട് എന്നൊക്കെ. എന്നാലും പുള്ളിക്കാരനെ ആരായിരിക്കും ഇങ്ങനെയിട്ട് വലയ്ക്കുന്നത് എന്നാണ് ഇവളുടെ സംശയം. അപ്പൊ ഇവിടെ ഗുവാനും അവന്റെ ഫാദറും സംസാരിക്കുമ്പോ ഫാദർ ഇവനോട് ഞാൻ ഈ അടുത്ത് തന്നെ നിനക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം എന്ന് പറയുമ്പോ ആരാച്ച, എന്റെ സ്റ്റെപ്പ് മദർ ആണോ? ആ, പുള്ളിക്കാരി എന്തായാലും കാണാൻ സുന്ദരിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വളച്ചെടുക്കില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അച്ഛനും ഇവനോട് പോടാ അങ്ങനെയൊന്നും അല്ല, എനിക്ക് ഈ ഒരു ലൈഫ് അവളോടൊപ്പം സ്പെൻഡ് ചെയ്താൽ കൊള്ളാന്നുണ്ട് എന്ന് പറയുമ്പോ ഗുവാനും അതിനെപ്പറ്റി കുഴപ്പമൊന്നുമില്ല, എപ്പോ വേണമെങ്കിലും അവരെ കാണാൻ ഞാൻ റെഡിയാണ് എന്ന് പറയുമ്പോ അച്ഛൻ അവനോട് അങ്ങനെ നിന്റെ സൗകര്യത്തിനൊന്നും കാണിക്കില്ല, പുള്ളിക്കാർക്ക് എപ്പോഴാണോ കാണാൻ തോന്നുന്നത് അപ്പൊ ഞാൻ നിന്നെ കാണാൻ അനുവദിക്കാം എന്ന് പറയുമ്പോ ഇവൻ എന്താ ഞാനാണോ നിങ്ങളുടെ ഇടയിലെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ഇദ്ദേഹം അതൊന്നുമല്ല, അവൾക്ക് അവളുടേതായ റീസൺസ് ഉണ്ട്, കൺസേൺസ് ഉണ്ട്, ഞാൻ അതിനെല്ലാം ബഹുമാനിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിക്കാരുടെ തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്ന് പറയുമ്പോ ഗുവാന് അച്ഛന് ഫുൾ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവരെ വിളിച്ചിട്ട് ഗുവാനോട് നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവനെ കുറിച്ച് ഓർത്ത് നീ എന്തായാലും വറീഡ് ആവണ്ട, നമുക്കൊരു ഡിന്നർ ഒക്കെ കഴിക്കാം, ഞാൻ തന്നെ നിന്നെ ഒഫീഷ്യലായിട്ട് അവനെ പരിചയപ്പെടുത്താം എന്ന് പറയുമ്പോ ഇവരും അവരുടെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പറയാം എന്ന് അറിയിക്കുന്നു. പക്ഷെ അവർക്ക് അത്ര കോൺഫിഡൻസ് പോരാ. അതിനുശേഷം ഇവര് മൂന്നുപേരും മറ്റൊരു ബാറ്ററി കമ്പനി അന്വേഷിച്ച് നടക്കായിരുന്നല്ലോ. സോ അങ്ങനെ ഒരു കമ്പനി കണ്ടെത്തുന്നത് കൊണ്ട് തന്നെ ഇവർ ആ ഒരു കമ്പനിയിലോട്ട് നേരിട്ടെത്തി അവിടുത്തെ ലാബും റിസർച്ചും ഒക്കെ നേരിട്ട് കണ്ട് സംസാരിച്ച് അവരുടെ ഡീലിംഗ്സും കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ പരസ്പരം സംസാരിക്കുന്നു. ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഷിയാന്റെ കമ്പനി ഇൻവെസ്റ്റേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ടായിരിക്കും. അതിനുശേഷം ഇവിടെ ഷൂയെ അവളുടെ അമ്മ വിളിച്ചിട്ട് നീ യുവിനെ കാണാറില്ലേ, നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കണ്ടേ എന്ന് ചോദിക്കുമ്പോ അമ്മ ഞാൻ ശരിക്കും ബിസിയാണ്, പിന്നെ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോ അമ്മ അത് വിശ്വസിക്കുന്നില്ല. നിനക്ക് ബോയ് ഫ്രണ്ടോ, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരു തവണയെങ്കിലും അവന്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടാനെ, അല്ലെങ്കിൽ പോസ്റ്റെങ്കിലും ചെയ്താനെ, നിങ്ങൾ തമ്മിലുള്ള ഒരു ഫോട്ടോ പോലും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, നീ അവനെ വീട്ടിലേക്കും കൂട്ടിക്കൊണ്ടു വന്നിട്ടില്ല, അതെന്താ ഇനി കാണാൻ അതിന് മാത്രം അഗ്ലി ലുക്ക് വല്ലതും ആണോ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോ ഇല്ല അമ്മ, ശരിക്കും എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, എന്താ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്ന് ചോദിക്കുമ്പോ അമ്മ എങ്കിൽ പിന്നെ ഇപ്പൊ ഇവിടെ സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആവാറായില്ലേ, നീ നിന്റെ ബോയ് ഫ്രണ്ടിനെയും കൂട്ടി വീട്ടിലേക്ക് വാ എന്ന് പറയുമ്പോ ഇവള് പുള്ളിക്കാരൻ ബിസിയാണ് എന്ന് പറയുന്നു. അപ്പൊ അമ്മ പുള്ളിക്ക് എന്താ ജോലി, എത്ര വയസ്സുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോ ഇവളും അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അമ്മ അവന്റെ ഫോട്ടോ ചോദിക്കുന്ന സമയത്ത് ഇവളൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ഇവര് എനിക്കറിയാം നീ എന്നോട് കള്ളം പറയാണെന്ന്, നിനക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ലെന്ന് എനിക്കറിയാം മോളെ എന്ന് പറയുമ്പോ ഇവള് അമ്മ ഞാനിപ്പോ ബിസിയാ, ഞാൻ എന്തായാലും ഫോട്ടോ അയച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവളെ പെട്ടെന്ന് ഫോൺ വെക്കുന്നു. അതിനുശേഷം ഇവള് ജോലിക്ക് വന്നിരിക്കുമ്പോഴും അമ്മ മെസ്സേജ് അയച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോ അയക്കുക എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഇവളും ഷിയാന്റെ ഫോട്ടോ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് അമ്മയ്ക്ക് അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു. ഇവളെ വിചാരിക്കുന്നത് അമ്മയ്ക്ക് ഈ പയ്യനെ ഒരുപാട് ഇഷ്ടപ്പെടും എന്നാണ്, കാരണം അവൻ വളരെ ഹാൻസം ആണ് എന്നാണ് ഇവളെ വിചാരിക്കുന്നത്. പക്ഷെ അമ്മ അത് വിശ്വസിക്കുന്ന പോലുമില്ല, കാരണം അമ്മയ്ക്ക് ഓൾറെഡി അറിയാം ഷിയാൻ വലിയൊരു ബിസിനസ് മാൻ ആണ് എന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇവളോട് നീ എന്താ എന്നെ പറ്റിക്കാൻ നോക്കുന്നോ, സോഷ്യൽ മീഡിയ ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്ന വ്യക്തി തന്നെയാ, ഞാനൊരു കോളേജ് പ്രൊഫസർ ആയിരുന്നു എന്ന കാര്യം നീ മറന്നു പോകരുത്, നിന്റെ കള്ളത്തരമൊന്നും എന്റെ അടുത്ത് നടക്കില്ല, മര്യാദയ്ക്ക് ഈ വീക്കെൻഡ് യുവിനോടൊപ്പം ഔട്ടിങ്ങിന് പോകണം, ഇല്ലെങ്കിൽ എന്താ നടക്കാന്ന് ഞാൻ പറയണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവളെ ഭീഷണിപ്പെടുത്തുമ്പോ ഇവൾക്കും എന്ത് ചെയ്യണമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഇവള് വേറെ വഴിയില്ലാതെ യുവിന് മെസ്സേജ് അയച്ച് ഈ വീക്കെൻഡ് ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോ ഇവള് ഇവിടെ വളരെ ശോകത്തിൽ നിൽക്കുന്നത് കണ്ട് ഷിയു ഇവളോട് വന്ന് അല്ല എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവള് അമ്മ വീണ്ടും ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ നിർബന്ധിച്ച കാര്യം പറയുന്നു. അപ്പോ ഷിയുവും അപ്പോ നിങ്ങൾ പോകാൻ തീരുമാനിച്ചോ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പോവാതിരുന്നാ പോരെ എന്ന് ചോദിക്കുമ്പോ ഷൂയി നിനക്ക് എന്റെ അമ്മയുടെ സ്വഭാവം അറിയില്ല, പോയില്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനവും എന്ന് പറയുമ്പോ ഷിയു അപ്പോ അങ്കിളിന്റെ കാര്യോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവള് ഷിയാനോട് അമ്മ തന്നെ ഫോഴ്സ് ചെയ്ത് ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ പറഞ്ഞു എന്ന കാര്യം അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇവൾക്ക് നല്ല പേടിയാവുന്നു. അവൻ ഇവളോട് പൊക്കോ എന്ന് തന്നെ പറയും, പക്ഷേ നല്ല ദേഷ്യത്തില്. മാത്രമല്ല ഷൂയിക്ക് യുവിനോടൊപ്പം അങ്ങനെ ഇവര് രണ്ടുപേരും മാത്രമായിട്ട് ഒരു ബ്ലൈൻഡ് ഡേറ്റിന് എന്നവണ്ണം പോവാൻ ഒരു താല്പര്യമില്ല.
അതുകൊണ്ട് തന്നെ ഷിയുനോട് നീയും എന്റെ കൂടെ കൂട്ടിന് ഒന്ന് വരാമോ എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോ ഇവര് രണ്ടുപേരും കൂടിയാണ് അങ്ങോട്ട് ബ്ലൈൻഡ് ഡേറ്റിനായിട്ട് എത്തിയിരിക്കുന്നത്. പക്ഷേ ഷിയുന് അറിയില്ല ആരെയാണ് ഷോയി ബ്ലൈൻഡ് ഡേറ്റിനായിട്ട് കാണാൻ പോകുന്നത് എന്ന്. അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അവിടെ ഇവള് യുവിനെ കാണുന്നത്. അത് കണ്ട് നല്ല ഷോക്കായി. സിസ്റ്റർ, നിങ്ങൾ ഇദ്ദേഹത്തിനാണോ കാണാൻ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഷോയിയും അതെ എന്ന് പറഞ്ഞിട്ട് യുവിന്റെ അടുത്തേക്ക് പോകുന്നു. ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയില്ല എന്ന് കരുതി ഷോയി തന്നെ ഇവൾക്ക് യുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോ ഷിയുവും അറിയാവുന്ന ഭാവം ഒന്നും നടിക്കുന്നില്ല. പക്ഷെ നല്ല ടെൻഷനിലാണ് പാവം ഇവളുള്ളത്. അതിനുശേഷം ഷോയിയുടെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിക്കുമ്പോൾ ഷിയുവിന് അത് നല്ല ഫീൽ ആവുന്നു. കാരണം ഇവൾക്ക് ഇവനോട് സംസാരിക്കാൻ ഒരുപാട് താല്പര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾ ഒരുപാട് മെസ്സേജ് അയക്കുമെങ്കിലും ഇവൾക്ക് ഒന്നോ രണ്ടോ വാക്കിലാണല്ലോ റിപ്ലൈ കൊടുക്കാറ് പതിവ്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഷോയിയോട് വാതോരാതെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇവൾക്ക് നല്ല വിഷമാവുന്നുണ്ട്. അപ്പോ ഷോയി ഇവനോട് പറയുന്നുണ്ട് ഈ ഒരു ഡിന്നറിന് വന്നത് അമ്മ നിർബന്ധിച്ചിട്ടാണ് എന്ന കാര്യങ്ങളൊക്കെ. അത് യുവിനെ നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ എന്റെ അമ്മയ്ക്ക് എന്നെ കുറിച്ച് ഓർത്ത് നല്ല ആദ്യമുണ്ട്. 30 വയസ്സായില്ലേ, പക്ഷെ എനിക്ക് ആ ടെൻഷനൊന്നും ഇല്ല. എനിക്കൊരു റിലേഷൻഷിപ്പിലാവാനുള്ള എനർജി ഇല്ല. പ്രായം 30 അതുകൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിച്ച് സെറ്റിൽ ആവണം എന്ന ഇൻട്രസ്റ്റ് ഒന്നും എനിക്കില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെ ഷിയും കേൾക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഷിയാൻ അച്ഛനോടൊപ്പമാണ് ഉള്ളത്. അപ്പോ അവര് ഫുഡ് കഴിക്കാൻ പോകാൻ തുടങ്ങുമ്പോ അച്ഛൻ ഷിയാനോട് ഞാൻ ഈയിടെയായിട്ട് കേൾക്കുന്നത് നീ ആ ആക്ട്രസുമായിട്ട് വീണ്ടും റിലേഷൻ തുടങ്ങിയെന്നാ, ശരിയാണോ മോനെ എന്ന് ചോദിക്കുമ്പോ ഇവൻ അച്ഛ ഇതൊക്കെ ആരാ പറയുന്നത്? ഒരു റിലേഷൻ തുടങ്ങിയെന്നുള്ളത് ശരിയാണ്, അത് ആക്ട്രസ് ഒന്നുമല്ല, അവളൊരു ജേർണലിസ്റ്റ് ആണ്. പക്ഷെ പുള്ളിക്കാരിക്ക് അഭിനയിക്കാൻ വളരെ ഇഷ്ടമാ, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോ അച്ഛനും എങ്കിൽ പിന്നെ ശരി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ല ഷിയുവിനെ കണ്ടില്ലല്ലോ, അവൾ എത്താറായില്ലേ, ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അവളെ വിളിക്കുന്നു. നീ എവിടെയാ, എന്താ ലേറ്റ് ആവുന്നത്, കഴിച്ചോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോ ഇവള് ഞാൻ കഴിച്ചു, ഇപ്പൊ ഞാൻ എന്റെ ലീഡറിനോടൊപ്പം ഉള്ളത്, അവരുടെ കൂടെ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് വന്നിരിക്കുക എന്ന് പറയുമ്പോ അത് കേട്ട് ഷിയാൻ ഒന്ന് ഞെട്ടുന്നു. ഇവളെ പറഞ്ഞത് ഷോയുടെ കാര്യമാണെന്ന് ഇവനെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഷോയി അതിനെപ്പറ്റി ഒന്നും തന്നെ ഇവനോട് പറഞ്ഞില്ലായിരുന്നല്ലോ. അതിനുശേഷം ഷിയു തിരിച്ചു വന്ന് ഇരിക്കുമ്പോൾ ഷോയി ബാത്റൂമിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളപ്പോ യുവിനോട് പ്രൊഫസർ നിങ്ങൾക്ക് ഷോയെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോ ഇവൻ ഞാൻ അതുപോലെ ഒരു പെൺകുട്ടിയെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ റിലേഷൻഷിപ്പില് രണ്ടുപേരും മുൻകൈ എടുക്കണ്ടേ, എന്തായാലും ഷോയിക്ക് എന്നോടൊപ്പമുള്ള ബന്ധത്തിന് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ എനിക്കും കാണാൻ സാധിക്കൂ എന്ന് പറയുമ്പോ ഇവള് അപ്പോ എന്നെയോ, എന്നെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോ കറക്റ്റ് ഷോയി അങ്ങോട്ടേക്ക് എത്തുന്നു. അപ്പോഴും ഇവളുടെ അമ്മ ഇവൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഈ ഒരു ബ്ലൈൻഡ് ഡേറ്റ് പോരാഞ്ഞിട്ട് ഇവളെയും യുവിനെയും ഒരുപാട് ക്ലോസ് ആക്കാൻ വേണ്ടി അടുത്ത ഒരു എക്സിബിഷന് പോവാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഷോയി ആ ഒരു കാര്യം ഇവനോട് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ തന്നെ അമ്മയെ കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും വേണ്ടാന്ന് വെപ്പിച്ചോളാം, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട എന്ന് പറയുമ്പോ ഷിയോ സിസ്റ്റർ നിങ്ങൾ എന്തായാലും പോയിരിക്കണം, അല്ലെങ്കിൽ അമ്മ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും, ഇതും കൂടി കഴിഞ്ഞാല് പിന്നെ എന്തെങ്കിലും പറഞ്ഞൊഴിഞ്ഞു മാറാലോ, അല്ലെങ്കിൽ ഡെയിലി ശല്യമായിരിക്കും, അതുകൊണ്ട് ഒന്ന് പോകുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോ ഷോയ്ക്കും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോ അവനും ഫ്രീ ആണ്. എന്നിരുന്നാലും നമ്മൾ രണ്ടുപേരും എങ്ങനെ ഒരുമിച്ച് പോകുന്നത്, അത് ബോറായിരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് തന്നെ ഷിയു ഞാനും നിങ്ങളോടൊപ്പം വരാം എന്ന് പറയുമ്പോ ഷൂയും സമ്മതിക്കുന്നു. ഇവളുടെ റിലേഷൻഷിപ്പ് ഇതിന്റെ ഇടയിൽ കൂടെ കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് യുവുമായിട്ട്. അതിനുശേഷം യു തന്നെയാണ് ഇവളുടെ സ്ഥലത്ത് ഇവളെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോ ഇവളോട് ഇനിയും എത്ര നാള് നീ സിംഗിൾ ആയിട്ടിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവള് കറക്റ്റ് ആയിട്ട് അതിനുള്ള മറുപടി കൊടുക്കുന്നില്ല. ഇവള് ഓൾറെഡി തന്നെ കമ്മിറ്റഡ് ആണല്ലോ. അപ്പോ ഇവളോട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ ഇങ്ങനെ രണ്ട് ഫാമിലികളും ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് അവരോട് തൽക്കാലം നമ്മൾ എന്നും കാണുന്നുണ്ട്, പക്ഷേ ഒരുപാട് പരസ്പരം അറിയാനുണ്ട് എന്ന് പറയാം, അതാവുമ്പോ അവർ ഒരുപാട് നമ്മളെ പുഷ് ചെയ്യില്ല, പുതിയ ബ്ലൈൻഡ് ഡേറ്റുകളും അറേഞ്ച് ചെയ്യില്ല എന്ന് പറയുന്നു. എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് ഡബിൾ ഓക്കെ. അതുകൊണ്ട് തന്നെ അവർ ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്ന് ഓക്കെ പറഞ്ഞു പിരിയുന്നത്. പക്ഷെ അതിനുശേഷം ഇവളകത്തേക്ക് പോവാൻ തുടങ്ങുമ്പോ പിറകീന്നൊരു വിളി. ഇവളെയും കാത്ത് ഇദ്ദേഹം ഇവിടെ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പെട്ടെന്ന് ഷിയാനെ അവിടെ കണ്ട് ഇവള് നല്ലോണം ഷോക്കാവുന്നു. ഇവൻ യുവിനെ കണ്ടോ എന്നാണ് ഇവളുടെ പേടി. അപ്പൊ ഇവൾ അങ്ങോട്ടേക്ക് ചെന്ന് അല്ല നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ഷിയാൻ നിനക്കെന്താ തോന്നുന്നു എന്ന് ചോദിക്കുമ്പോ ഇവള് പേടിച്ച് ശരിക്കും ഞാൻ എന്റെ അമ്മ നിർബന്ധിച്ചിട്ട് അമ്മയുടെ പഴയ ഒരു ഫ്രണ്ടിന്റെ മകനെ കാണാൻ പോയതാ, ജസ്റ്റ് ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോ ഇവൻ പഴയ ഫ്രണ്ട് ആയിരുന്നോ, ഞാൻ വിചാരിച്ചത് നീ ഏതോ ബ്ലൈൻഡ് ഡേറ്റിന് പോയതാണെന്നാ എന്ന് പറയുമ്പോ ഇവളൊന്ന് ഞെട്ടുന്നു. ഇവള് അതിന് തന്നെയാണല്ലോ പോയത്. ഇതെങ്ങനെയാണ് ഇവൻ അറിഞ്ഞത് എന്നാണ് ഇവളുടെ ഡൗട്ട്. വളരെ സീക്രട്ട് ആയിട്ടാണല്ലോ ഇവര് പോയത്. സോ ഇവള് ബ്ലൈൻഡ് ഡേറ്റോ, ഞാൻ എന്തിനാ ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോകുന്നത്, ഇന്ന് വീക്കെൻഡ് അല്ലായിരുന്നോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്റെ പഴയ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ എന്ന് പറയുന്നു. അപ്പോഴേക്കും അവിടെ മഞ്ഞ് പെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ ഷിയാൻ ഇവളോട് എനിക്ക് ഇനിയും വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇവളെ കിസ് ചെയ്യുന്നു. അപ്പോ ഇവന്റെ മനസ്സ് മുഴുവൻ നീ എന്നെ അപ്രോച്ച് ചെയ്തത് എന്തുദ്ദേശത്തിലാണെന്ന് എനിക്കറിയില്ല, ഞാനത് കെയർ ചെയ്യുന്നതുമില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് തന്നെ വിട്ടുകളയാനാവുന്നില്ല, എനിക്കിനി കൂടുതൽ കാത്തിരിക്കാനും പറ്റില്ല എന്നൊക്കെയാണ്.
പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് തന്നെ ഇവൾക്കും ഒരുപാട് സന്തോഷാവുന്നു. ഇവന് ഇഷ്ടം ഉണ്ടായിട്ട് തന്നെയാണല്ലോ അത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവൾ അവനോട് നിങ്ങൾക്കെന്താ ജലസായോ എന്ന് ചോദിക്കുമ്പോൾ ഷിയാൻ ഒന്നും മറുപടി പറയുന്നില്ല. ഷിയാന് അറിയാം ഇവൻ ഇനിയും ഇങ്ങനെ കാത്തിരുന്നാല് ഇവളെ ആരെങ്കിലും കൊണ്ടുപോകൂന്ന്. തീരുമാനങ്ങളും ക്യാൻസൽ ചെയ്തിട്ട് ഇവളെ കിസ് ചെയ്തത്. അപ്പോഴേക്കും ഇവൾക്കൊരു കോള് വരുന്നു. ഇവള് പോകുന്ന ഒരു ബ്യൂട്ടി സലോണിൽ നിന്നാണ് വിളിക്കുന്നത്. അവരുടെ VIP കസ്റ്റമേഴ്സിന് എന്തോ ഓഫർ കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇവളെ ക്ഷണിക്കുമ്പോ ഇവള് നെക്സ്റ്റ് വീക്ക് ഞാൻ ഫ്രീ ആണ് വരാമെന്ന് പറയുന്നു. പക്ഷെ അത് പറയുന്നത് ഷിയാൻ ഇവളെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും പോണം അല്ലെങ്കിൽ ഇവനത് തടയണം എന്ന് കരുതിയിട്ടാണ്. പക്ഷെ ഷിയാൻ ഇവളോട് അല്ല നീ എന്റെ കമ്പനിയായിട്ടുള്ള ഫീച്ചർ ചെയ്യുന്നത് എവിടം വരെയായി കാര്യങ്ങള് എങ്ങനെ പോകുന്നു? നീ എന്തായാലും ഫ്രീ ആയ സ്ഥിതിക്ക് വെറുതെ ഇരിക്കല്ലേ, അടുത്ത വീക്ക് മുതൽ എന്റെ കമ്പനിയിലേക്ക് വന്നിരിക്കണം, വർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവള് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നു. ഒരു ഔട്ടിംഗ് പ്രതീക്ഷിച്ച ഇവൾക്ക് ഇരട്ടി പണിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.